ഇനി ഒരു കുഞ്ഞുണ്ടായ പറ്റുമെങ്കിൽ ദേ അവനെ ഈ ജോലിക്ക് തന്നെ അയക്കണേ. അല്ല, പാരമ്പര്യം കാത്തു സൂക്ഷിക്കണമല്ലോ. മതി കളിയാക്കിയത്. എന്റെ അച്ഛനെ നിലത്ത് വെക്കാതെ വളർത്തിയ സഹോദരിയായിരിക്കും അപ്പച്ചി. പക്ഷേ എന്റെ അനുഭവത്തില് എന്റെ പെങ്ങളുടെ ജീവിതം നശിപ്പിക്കാൻ നോക്കിയ ഒരു വൃത്തികെട്ട സ്ത്രീയാ നിങ്ങള്. വേണ്ട. ഇവിടെ കിടന്ന് അലറണ്ട. ഇവിടെ ഉള്ളവരൊക്കെ പാവങ്ങളാ. പണക്കാരുടെ പത്രാസും ജാടയൊന്നും ഇവർക്കറിയില്ല. അതുകൊണ്ട് തന്നെ എന്റെ ദേഹത്തെങ്ങാനും അപ്പച്ചിയുടെ കൈ വീണ എല്ലാരും കൂടി ചേർന്ന് അപ്പച്ചിയുടെ നട്ടും ബോൾട്ടും ഊരി വെക്കൂടെ. പിന്നെ കരിയോയിലിൽ മുക്കിയായിരിക്കും അപ്പച്ചി ഇവിടുന്ന് വിടുന്നത്. എന്താ, അത് വേണോ? പിന്നെ ഈ ജോലി ചെയ്യുന്നതിൽ എനിക്ക് തോന്നാത്ത നാണക്കേടൊന്നും ആർക്കും തോന്നണ്ട. അമ്മയ്ക്ക് കുടിക്കാൻ എന്തെങ്കിലും? ഒന്നും വേണ്ട. മാഡം, കംപ്ലൈന്റ് എല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട്. അമ്മ പൊക്കോ, ഞാൻ ഉടനെ വന്ന് കണ്ടോളാം. എത്ര രൂപയായി? ചെറിയൊരു മിസ്സിംഗ് ഉണ്ടായിരുന്നുള്ളൂ. 50 രൂപ മതി. 500 രൂപയുണ്ട്. നിങ്ങൾ 50 രൂപ എടുത്തിട്ട് ബാക്കി ഇവന് കൊടുത്തേക്ക്, എന്റെ പിച്ചക്കാശായിട്ട്. നടക്കടി അങ്ങോട്ട്. ഒന്ന് നിന്നാട്ടെ. ₹50 പണി ചെയ്തതിന്റെ കൂലി. ബാക്കി നിങ്ങൾ തന്നെ അങ്ങ് വെച്ചോ. ഇവിടെ പിച്ചക്കാശ് എടുക്കാറുമില്ല, പിച്ചക്കാരുമില്ല. ഇവിടെ ഉള്ളവരൊക്കെ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗങ്ങളാ, വർഗബോധമുള്ളവര്. കാറിന്റെ കംപ്ലൈന്റ് ഒക്കെ ഓക്കെ ആയിട്ടുണ്ടാവും. പക്ഷേ കാറിന്റെ ഓണറിന്റെ കംപ്ലൈന്റ് ഓക്കെ ആവാൻ ഈ വർഷപ്പൊന്നും പോരാ. മാനത്തെ കൊട്ട